എറണാകുളം ജനറൽ ആശുപത്രിയിൽ ICUവിൽ ഒരാഴ്ചയായി AC-കൾ പ്രവർത്തനരഹിതമായിട്ട്. MICUവിൽ അടക്കം AC-കൾ പ്രവർത്തിക്കാതിരിക്കുന്നത് കടുത്ത വേനൽ ചൂടിൽ രോഗികളും നഴ്സുമാരും വലയുകയാണ്. അതേസമയം പുതിയ AC-കൾ ഉടൻ സ്ഥാപിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. വിവരങ്ങളുമായി അഖിൽ ചേരുന്നു. അഖിൽ, ഈ ആശുപത്രിയിൽ അതായത് MICUവിലാണ് AC-കൾ പ്രവർത്തനരഹിതമായിരിക്കുന്നത്. എന്താണ് പുതിയ വിവരങ്ങൾ? ദുർഗ, കേരളത്തിലെ ആരോഗ്യമേഖല സുശബ്ദമായ സംഘടിതവുമായ വലിയ ശക്തിയായി മുന്നോട്ട് പോവുകയും ആരോഗ്യ കേരളം വലിയ മുൻതൂക്കം നേടുകയ ഒരു സംസ്ഥാനമായതുകൊണ്ട്, രാജ്യത്ത് വലിയ മുൻതൂക്കം നേടിയ സംസ്ഥാനവും ആയതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തെ ആശുപത്രികളൊക്കെ തന്നെ വലിയ മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഇതുപോലെ കാഴ്ചവെക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് നിന്ന് ആ സാമ്പിളിന് കൊടുത്ത അവയവഭാഗങ്ങളൊക്കെ തന്നെ മോഷണം പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ ICUവിലേക്ക് ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾ വലയുന്ന കാഴ്ചയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. അതായത് ഒരാഴ്ചയായിട്ടാണ് ICU പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അവിടെ തീവ്രമായ പ്രചരണം, രോഗ വ്യാപനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തീവ്രമായ പ്രചരണം ഇത് കൊടുക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് MICയും RICU എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലെത്തുന്ന രോഗികൾ എത്തുന്നിടത്താണ് ഒരാഴ്ചയിലധികമായി ജനറൽ ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിൽ തന്നെ ഇത്തരത്തിൽ AC പ്രവർത്തനരഹിതമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പകരം സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു എന്ന് സൂപ്രണ്ട് ആവർത്തിച്ചു പറയുമ്പോഴും ഒരാഴ്ചയായി കേടായ ഈ AC റിപ്പയർ ചെയ്യാനുള്ള സാങ്കേതിക സംവിധാനം ഇല്ലാത്തൊരു വിദ്യയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഓഫ് ദ റെക്കോർഡായിട്ടാണെങ്കിലും സൂപ്രണ്ട് പറയുന്നത് അതിനുവേണ്ടി AC നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ച് കിട്ടേണ്ടത് അത് ഈ DDM ഓഫീസിൽ നിന്നാണ്, ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നാണ് അത്തരത്തിൽ പണം അനുവദിച്ച് ലഭിക്കേണ്ടത്. അതിന് അവിടെ പണം ലഭിക്കണമെങ്കിൽ അത് സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് പണം അനുവദിച്ച് നൽകണം. അങ്ങനെ കുറേ നൂലാമാലകളുണ്ട്. ആ നൂലാമാലകളൊക്കെ തന്നെ കഴിഞ്ഞ് ഈ പണം അനുവദിച്ചു വരുമ്പോഴേക്കും ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്ന രോഗി ചിലപ്പോൾ ചികിത്സ കഴിഞ്ഞ് ജീവനോടെയോ അല്ലാതെയോ ഒക്കെ തന്നെ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും എറണാകുളം ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയായി AC പ്രവർത്തിക്കാതെ രോഗികൾ, അതുപോലെ തന്നെ അവിടെ ചികിത്സയ്ക്ക് എത്തുന്നവരും ചികിത്സ നടത്തുന്നവരും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഓഫീസുകളിലായാൽ പോലും കൃത്യമായി ഫാനോ AC-യോ ഒന്നും ഇല്ലാതെ തന്നെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് അത് അത്രയും വലിയ ബുദ്ധിമുട്ടാണ്. അത് ചിലപ്പോൾ AC-യിൽ ഇരിക്കുന്ന ചിലപ്പോൾ മേലുദ്യോഗസ്ഥർക്കൊക്കെ തന്നെ അത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ അതിന് അത്തരത്തിൽ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യകരമായ കാര്യം. കാരണം അത്ര വേനൽ ചൂടാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ. പല ഭാഗങ്ങളിലുമൊക്കെ തന്നെ ആശ്വാസ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു മഴ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവർ അനുഭവിക്കുന്നത് എന്നത് അധികാരികൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അവർക്ക് അതിനുള്ള സാഹചര്യവും അതിനുള്ള ഫെസിലിറ്റീസും ഒരുക്കി നൽകേണ്ടത് അവരുടെ ആ ഉന്നത അധികാരികളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പോകരുത് എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുക. ദുർഗ, അഖിൽ, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എന്നതാണ്. അഖിൽ തന്നെ പണ്ട് തിരുവനന്തപുരത്ത് വെച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം പ്രാവശ്യം തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ, അത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ. ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചൊരു കാര്യം അഖിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു, ചെറിയൊരു ചിരിയോടുകൂടി. ശരിക്കും പറഞ്ഞാൽ അത് വലിയ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് ആലോചിക്കുമ്പോൾ അതിശയവുമാണ്. ഇനി ഈ ജനറൽ ആശുപത്രിയിൽ, അതും ICUവിലും CICUവിലും ഈ AC-കൾ പ്രവർത്തനരഹിതമാവുക അത് ഒരാഴ്ചയോളമായി. എന്നിട്ടും ഈ അധികൃതർ എന്തുകൊണ്ട് ഇതിലെന്തെങ്കിലും ഒരു നടപടി എടുക്കാനായി താമസിച്ചോ എന്നൊരു ചോദ്യം കൂടെയില്ലേ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മുടെ നാട്ടിലെ ആരോഗ്യ കേരളം അതത്ര സുന്ദരമാണ് എന്നത് മന്ത്രിയുടെ വാക്കുകൾക്ക് അപ്പുറത്താണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ കാണുന്നത് നേർക്കാഴ്ച. നമ്മൾ ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു റൂം എടുക്കുന്നു. ആ റൂം എടുത്താൽ ചിലപ്പോൾ നമ്മൾ AC റൂം എടുക്കാം, അല്ലെങ്കിൽ നോൺ AC റൂം എടുത്തേക്കാം. അവിടുത്തെ നോൺ AC റൂമിലാണെങ്കിൽ ഫാൻ കേടായി നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഒരു 5 മിനിറ്റിനകം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനകം അവർ വന്ന് നന്നാക്കും. കാരണം ഞങ്ങൾ കയ്യിലെ കാശ് കൊടുത്ത് അവിടെ റൂം എടുത്ത് കഴിയുന്നതാണ്. പക്ഷേ സർക്കാർ ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവിടെ റൂം എടുക്കേണ്ട, അവിടെ പുറത്തിരിക്കേണ്ട, ICUവിൽ ചികിത്സയിലേക്ക് എത്തുന്ന സ്ഥലത്തേക്കാണ്. ഒരു പ്രധാനപ്പെട്ട ചികിത്സ നടത്തേണ്ട ഒരു ഭാഗമാണ് ഈ MICU എന്ന് പറയുന്നതും RICU എന്ന് പറയുന്നതും. അവിടെയാണ് ഇത്തരത്തിൽ ചൂടനുഭവിച്ച്, എത്ര നേരമായിരിക്കും അവിടെ രോഗികൾ ആ ചൂടനുഭവിച്ച് കിടക്കുക? ഏതെല്ലാം അസുഖവുമായിട്ടുള്ള ആൾക്കാരായിരിക്കും അതിനകത്തേക്ക് വരിക? അവരെല്ലാം ചികിത്സിക്കുന്ന അവിടുത്തെ നേഴ്സുമാരുടെ അവസ്ഥ, അവിടുത്തെ ഡോക്ടർമാരുടെ അവസ്ഥ, രോഗികൾ മാത്രമല്ല ആ ചികിത്സ നടത്തുന്ന ഡോക്ടർമാരെയും നേഴ്സുമാരെയും ഒക്കെ നമുക്ക് ചേർത്ത് പറയേണ്ടതാണ് അവരുടെയൊക്കെ തന്നെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ ചിരിയോടെ പറഞ്ഞ്
എങ്കിൽ പോലും ഇപ്പോൾ ഞാനൊരു അസുഖവുമായി ആശുപത്രിയിൽ പോകുന്നു, എൻ്റെ അസുഖം എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി ഞാനൊരു സാമ്പിൾ ആശുപത്രിയിലേക്ക് കൊടുക്കുന്നു. ആ സാമ്പിൾ ആശുപത്രിയിലേക്ക് കൊടുക്കുമ്പോൾ ആ സാമ്പിൾ കാണാനില്ല എന്നതാണ് മറുപടി. എൻ്റെ രോഗം എന്താണ് എന്നുള്ളതല്ല ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന മറുപടി. ആ സാമ്പിൾ കാണാനില്ല. സാമ്പിൾ എവിടെയെന്ന് ഞാൻ വീണ്ടും ചോദിക്കുമ്പോൾ ആക്രിക്കാരൻ മോഷ്ടിച്ചിട്ട് പോയി എന്നതാണ് അവിടുത്തെ അധികൃതരുടെ മറുപടിയായി ലഭിക്കുന്നത്. ഇത് കേരളത്തിൽ നടക്കുന്നതാണോ എന്നതാണ്. അനു ചോദിച്ചതുപോലെ ഇത് കേരളത്തിലാണോ നടക്കുന്നത് എന്നതാണ്. പക്ഷെ ആവർത്തിച്ച് മന്ത്രി പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല സുശക്തമാണ്, സുരക്ഷിതമാണ്, ആരോഗ്യ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ മാതൃകയാണ്, ഒന്നാം സ്ഥാനത്താണ് എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് ഡോക്ടർമാരുടെ പിഴവ് സംഭവിച്ച അപകടങ്ങൾ സംഭവിക്കുന്ന ആരോഗ്യമന്ത്രിയെ കാത്ത് ഒരു കൂട്ടം സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് മുമ്പിലുണ്ട്. ആശമാർ. അതെ, ആശമാർ ആശ വറ്റിയ സാഹചര്യത്തിലാണ്. അവർ ആശങ്കയിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അത് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടതുമാണ്. കാരണം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കഴിഞ്ഞ ആശാവർക്കർമാരുടെ അടിയന്തര പ്രമേയം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ചോദ്യോത്തരവേളയിൽ ഇന്നലെ ചോദ്യോത്തരവേളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് ഈ രമേശ് ചെന്നിത്തല ഈ വിഷയം ഉന്നയിക്കുമ്പോഴും ഒക്കെ തന്നെ വലിയ തോതിൽ പറയുന്നത് കേന്ദ്ര സർക്കാർ പണം നൽകാനുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ ഈ സമരപ്പന്തലിലെത്തുമ്പോൾ, ആശാവർക്കർമാരുടെ സമരപ്പന്തലിലെത്തുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, എന്തുകൊണ്ട് മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ പോകുന്ന സമയത്ത് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ ആശാവർക്കർമാർ സമരത്തിലാണ്, അവർക്ക് പൈസ കൊടുക്കാനുണ്ട്, പൈസ തരാനുള്ളത് നിങ്ങളാണ്, നിങ്ങൾ ആ പൈസ തന്നാൽ, തരേണ്ടത് ധനമന്ത്രിയാണല്ലോ, കേന്ദ്ര ധനമന്ത്രിയാണല്ലോ, എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുന്നത്. ഇതെല്ലാം ഒരു മുഖംമൂടിയെ വെച്ചുകൊണ്ടുള്ള കളികളാണ്, കബളിപ്പിക്കലാണ്, വഞ്ചനയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു RICU MICU ഈ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലത്തുമാണ് ഒരാഴ്ചയായിട്ട് AC പ്രവർത്തനരഹിതമായിരിക്കുന്നത്. പുതിയ പ്രവർത്തനത്തിലേക്കുള്ള AC എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്ന് സൂപ്രണ്ട് പറയുമ്പോഴും നിലവിലുള്ള സാധനങ്ങൾ എന്തുകൊണ്ട് കേടായാൽ ഒരു സാധനം നമ്മൾ അത് റിപ്പയർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അത് തീരെ കേടായാലാണ് മാറ്റി പുതിയത് വാങ്ങുന്നതിലേക്ക് വേണ്ടി നമ്മളായാൽ പോലും നമ്മളെ വീട്ടിൽ അത് അങ്ങനെ. അപ്പോൾ സർക്കാർ ഓഫീസുകളിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. എന്തായാലും രോഗികൾ മാത്രമല്ല, അവിടെ ഈ രോഗികളെ പരിപാലിക്കാൻ എത്തുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് നേർക്കാഴ്ചയായി തന്നെ മുമ്പിൽ നിൽക്കുന്ന കാര്യമാണ്. അനു, ദുർഗ. തീർച്ചയായിട്ടും അഖിൽ, ഇത് എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയുടെ കാര്യമാണെങ്കിൽ കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ ഇന്ന് സമരത്തിലാണ്. കാരണം സ്റ്റൈപ്പൻഡ് ലഭിച്ചിട്ടില്ല എന്നതാണ് അവരുടെ പരാതി. ഇത് ലഭിക്കാത്തതിൽ പ്രതിഷേധം ഉന്നയിക്കുകയാണ്. OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് അവരുടെ ഇന്നത്തെ സമരം എന്നത് കൂടി ശ്രദ്ധിക്കുക. അവിടേക്ക് എത്തുന്ന ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് മന്ത്രി വാദിക്കുമ്പോഴും ഇതൊന്നും മന്ത്രി കാണുന്നില്ലെന്നാണ് തോന്നുന്നത്. അനു, അതുതന്നെയാണ് ആശമാരും ചോദിക്കുന്നത്, ആരോഗ്യമന്ത്രി കാണുന്നില്ലേ ഒന്നും.